ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. എടയൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. കാർഷികം, ഭവന നിർമ്മാണം, മാലിന്യ സംസ്കരണം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഉൾക്കൊണ്ടതാണ് ബജറ്റ്. എടയൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 43,08,35,565 രൂപ വരവും 42,27,02,790 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കാർഷികം, ഭവന നിർമ്മാണം, മാലിന്യ സംസ്കരണം, സ്ത്രീ ശാക്തീകരണം, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, പ്രവാസികൾ, വയോധികർ തുടങ്ങിയവർക്കുള്ള ഒട്ടേറെ പദ്ധതികൾ ഉൾക്കൊണ്ടതാണ് ബജറ്റ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും അംഗനവാടി പുരോഗതിക്കും ഊന്നൽ നൽകുന്ന ബജറ്റിൽ പശ്ചാത്തല മേഖല വികസനത്തിന് വിപുലമായ പദ്ധതികളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വൃദ്ധജനങ്ങൾക്ക് വിപുലമായ സൗകര്യത്തോടു കൂടിയുള്ള പകൽ വീട്, ഒടുങ്ങാട്ടുകുളം കേന്ദ്രീകരിച്ച് ഹാപ്പിനെസ് പാർക്ക്, വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര അധ്യക്ഷയായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മുസ്തഫ ബജറ്റ് അവതരണം നടത്തി. വന്നിട്ടുള്ള ആദ്യത്തെ ബജറ്റ് സമ്മേളനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഒരുപാട് പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളുമായിട്ടാണ് ഈ ബജറ്റ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി ഇത് നല്ല നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും ആദ്യമായി സഹകരണം ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിക്കാറ് നമ്മുടെ ബഹുമാന്യരെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 സെക്ഷൻ 214 പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ കന്നി ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസൻ മുളയ്ക്കൽ, മൈമൂന, ശ്രുതി, സുനിൽ ദാസ്, ഷെരീഫ് മാസ്റ്റർ, RK സുബ്രഹ്മണ്യൻ, മൊയ്തു എടയൂർ, ജാഫർ പുതുക്കുടി, MT അസീസ്, PT സുധാകരൻ, റിഷീദ് കീഴ്ശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.